ഹലോ ഗൈസ്. അപ്പോൾ നമ്മുടെ അനാട്ടമി ഫിസിയോളജി സ്റ്റുഡൻസിലെ നമ്മുടെ ഫസ്റ്റ് സെം സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നമ്മുടെ ഫ്രഷേഴ്സിന് ഏറ്റവും കൂടുതൽ പേടിയുള്ള കാര്യം എന്ന് പറയുമ്പോൾ എക്സാം വരുന്നുണ്ടല്ലോ, എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ നിൽക്കുന്നില്ലല്ലോ, പേടിയാവുന്നു, ഇങ്ങനത്തെ ചിന്തകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നതും അതിൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു മെത്തഡും കാര്യങ്ങളും കൂടി പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്ക് മാത്രം, നോട്ട്സ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ടേബിളിൽ വെക്കുക, അല്ലാത്ത കാര്യങ്ങൾക്ക് ഒഴിവാക്കുക. കാരണം വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഫസ്റ്റ് സെം ആണെങ്കിൽ അനാട്ടമി, ഫിസിയോളജി, സൈക്കോളജി, സോഷ്യോളജി, ഈ 4 ടെക്സ്റ്റ് മാത്രം മതി. അതിന് നോട്ട്ബുക്ക് വെച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ നോട്ട്ബുക്കും കൂടെ നിങ്ങൾക്ക് കൂടെ വെക്കാം. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സിലബസ് ഉണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലും സിലബസ് ഉണ്ടായിരിക്കണം. സിലബസ് വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ സിലബസ് ബേസ്ഡ് ആവും. അപ്പോൾ സിലബസ് വെച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എളുപ്പമാവും. പിന്നെ സിലബസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും, ഇപ്പോൾ ഈ പോർഷനിൽ നിന്ന് എന്ത് ചോദിക്കും, ഇപ്പുറത്തെ പോർഷനിൽ നിന്ന് എന്ത് ചോദിക്കും, ഇത് എസ് ആണോ ഷോർട്ട് നോട്ടാണോ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് പഠിച്ചിട്ട് പോകണം. പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എക്സാം അല്ലെങ്കിൽ സ്റ്റഡി ലീവ് വരുന്നതിന് മുമ്പ് ആദ്യം ചെയ്യുന്നത് കറക്റ്റ് ഒരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കണം. അതായത് ഈ ദിവസം ഇത്ര ടോപ്പിക്ക് കവർ ചെയ്യണം, നെക്സ്റ്റ് ഡേ ഇത്ര കവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കണം. അതെല്ലാം ഇപ്പം നമ്മൾ സ്റ്റഡി ലീവിന് മാത്രമേ പഠിക്കുള്ളൂ എന്ന് വെച്ചാൽ എല്ലാം കൂടെ നമുക്ക് ഒരിക്കലും താങ്ങില്ല. ഇഷ്ടം പോലെയാണ് നമുക്ക് പഠിക്കാൻ. അപ്പോൾ നമ്മൾ സ്റ്റഡി ലീവൊക്കെ തുടങ്ങണ്ടേ, അല്ലെങ്കിൽ എക്സാമിൻ്റെ ഒക്കെ 1-2 മാസം മുമ്പ് തന്നെ നേരത്തെ കുറച്ച് കുഞ്ഞ പോർഷൻസ് പഠിച്ച് തുടങ്ങിയിരിക്കണം. അതാകുമ്പോൾ നമുക്ക് ലാസ്റ്റ് സമയമാകുമ്പോൾ പേടിക്കാണ്ട് മാക്സിമം എല്ലാതും കവർ ചെയ്തിട്ട് ഒന്നും കൂടെ റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പോൾ സിലബസ് വെച്ചിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ആദ്യം സിലബസ് വെച്ച് പഠിക്കുന്ന സമയത്ത് മാക്സിമം നമുക്ക് ഏതാണോ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ടോപ്പിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, ഇത് ലാസ്റ്റ് പഠിക്കാം, ഈ ടോപ്പിക്ക് ഭയങ്കര സുഖമല്ലേ, ഇത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ, ഇത് ആദ്യം പഠിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നത്. ഏറ്റവും ടഫ് എവിടെയാണോ അവിടെ കൊണ്ട് വേണം തുടങ്ങാൻ. കാരണം ടഫ് നമ്മൾ നേരത്തെ എടുത്ത് അല്ലെങ്കിൽ പഠിച്ച് കഴിയുകയാണെങ്കിൽ പിന്നെ നമുക്ക് തോന്നുമോ, ആ വലിയൊരു ഭാരം ഒഴിഞ്ഞു കിട്ടിയല്ലോ, ഇനി ബാക്കിയും കൂടെ അല്ലുള്ളൂ, അത് നല്ലപോലെ പഠിക്കാമെന്ന് വിചാരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ടഫുള്ള സംഭവം നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് പഠിക്കുന്നില്ല. ഇപ്പം നമുക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വെച്ചിട്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകണം. കാരണം നമുക്ക് സമയം കളയാൻ പറ്റില്ല. ഉള്ള സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഷോർട്ട് നോട്ട് എഴുതിയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കും. അതായത് ഇപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും റഫ് നോട്ട് എടുത്തിട്ട് ആ റഫ് നോട്ടിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ പേര് എഴുതിയിട്ട് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക് ഏതാണോ അതിൻ്റെ അണ്ടറിൽ എന്തൊക്കെ കുഞ്ഞു കണ്ടൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് വരുന്നുണ്ട് അത് മാത്രം എഴുതിയിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം എഴുതിയിട്ട് നിങ്ങൾക്ക് ഒരു നോട്ട് പോലെ പ്രിപ്പയർ ചെയ്യാം. ഈ നോട്ട് പോലെ പ്രിപ്പയർ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് വായിച്ചാൽ ഒന്നുകൂടെ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. അതല്ല, എഴുതാൻ നല്ല സമയം എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങളുടെ സമയം പോവും, നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് മാക്സിമം പഠിച്ച് പോവുക. കുറച്ച് ഒരു 5 മിനിറ്റ് ഈ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെമ്മറിയിൽ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അത് നമ്മൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ എവിടെയെങ്കിലും റീകോൾ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും സ്റ്റോപ്പായിട്ട് പോവുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മുടെ ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, പിന്നെ നമുക്കത് തിരിച്ചിട്ട് ഒന്നുകൂടെ നോക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ മറന്നു പോകില്ല, പഠിക്കുന്നത് സുഖമുള്ള കാര്യം. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അനാട്ടമി ഫിസിയോളജിയുടെ കാര്യമാണെങ്കിൽ അനാട്ടമി ആദ്യം പഠിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നേരെ ആ ചാപ്റ്ററിൻ്റെ ഫിസിയോളജി പഠിച്ചിട്ടുണ്ട്. അതായത് അനാട്ടമി മൊത്തം പഠിച്ചതിന് ശേഷം ഫിസിയോളജി പഠിക്കാമെന്ന് വിചാരിക്കരുത്. രണ്ടും കൂടെ ഒരുമിച്ച് വേണം കൊണ്ടുപോകാൻ. ഇപ്പം എക്സാമിൻ്റെ മാർക്കിംഗ് പാറ്റേൺ ആണെങ്കിൽ ഒരെണ്ണത്തിൽ 35 മാർക്കും ഒരെണ്ണത്തിൽ 37 മാർക്കും അങ്ങനെയാണ് വരുന്നത്. രണ്ടും കൂടെ ചേർത്തിട്ട് 75 മാർക്ക് എന്നുള്ള കണക്കിലാണ് നമുക്ക് ടോട്ടൽ സ്കോർ വരുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാത്രം പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാണ്ട് 2 സബ്ജക്റ്റും കൂടെ ഒരുമിച്ച് പഠിക്കും. ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ക്വസ്റ്റ്യൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പാസ്സാകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുന്ന സമയത്ത് 2 സബ്ജക്റ്റിൽ നിന്നും ഒരുപോലെ വേണം പഠിക്കാൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവാം. പിന്നെ ആൻറ്റിഡോട്ട് ഞാൻ അയച്ചു തന്നല്ലോ കുറേ പേർക്ക് ആൻറ്റിഡോട്ട്. ഇപ്പോൾ ആൻറ്റിഡോട്ടിൽ ഉണ്ടാവും, അത് വെച്ചിട്ടൊക്കെ വേണം പഠിക്കാൻ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ എക്സാം അല്ലെങ്കിൽ സ്റ്റഡി ലീവ് ഒക്കെ വരുന്ന സമയത്ത് മാക്സിമം ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് വേണം ഇരിക്കാൻ. അതായത് ഇപ്പോൾ ഇത്ര നേരം കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ഇത്ര നേരം ഇപ്പോൾ കുറച്ചു നേരം പഠിച്ചില്ലെങ്കിൽ കുറച്ചു നേരം ഉറങ്ങാം, അങ്ങനെ ഒന്നും വിചാരിക്കാണ്. ഇപ്പോൾ ക്ഷീണമുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പറ്റുന്ന രീതിക്ക് പഠിച്ച് പോകുക. എന്നാലും നമുക്ക് റിസൾട്ട്
കിട്ടുള്ളൂ. കാരണം അധികം പേർക്കും ഈ ഫസ്റ്റ് സെമ്മ് സെക്കൻഡ് സെമ്മിലൊക്കെ പാസ് അല്ലെങ്കിൽ ഫെയിൽ ആവാൻ കാരണം എന്ന് പറയുമ്പോൾ 0.1 മാർക്ക് അല്ലെങ്കിൽ 0.5 മാർക്ക് 1 മാർക്കിനൊക്കെയാണ് അധികം പേരും എന്തായിട്ട് പോകുന്നത്, ഫെയിലായിട്ട് പോകുന്നത്. കാരണം നമുക്ക് ട്രിപ്പിൾ വാല്യുവേഷൻ സിസ്റ്റം ആണല്ലോ. നമ്മുടെ എക്സാം പേപ്പേഴ്സ് അല്ലെങ്കിൽ ആൻസർ ഷീറ്റ് 3 പേരാണ് നോക്കുന്നത്. അതായത് ആരെങ്കിലും ഒരാൾ കൂട്ടിയിട്ട് മാർക്കിടുക, ഒരാൾ കുറച്ചിട്ട് മാർക്കിടുകയൊക്കെ ചെയ്താൽ അത് വാല്യുവേഷൻസ് ചെയ്യുന്നവർക്ക് തന്നെ പ്രശ്നമാവും. അപ്പോൾ ഇവരെല്ലാവരും അതിനനുസരിച്ച് ഒരു മിനിമം അല്ലെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ ആവറേജ് സ്കോറൊക്കെ ഇട്ട് പോവുള്ളൂ. ആരും ഒരിക്കലും ഒരു ക്വസ്റ്റ്യനും ഫുൾ മാർക്ക് തരില്ല. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നമ്മുടെ കോളേജിൽ സെഷനിലൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ എത്ര പഠിച്ചിട്ടും എത്ര എഴുതിയിട്ടും നമുക്ക് മാർക്ക് കിട്ടലുണ്ടാവില്ല. അതിന് കാരണം എന്ന് പറയുമ്പോൾ ഒന്നും കൊണ്ടല്ല, നമ്മുടെ മാംസ് നമ്മളൊന്നുകൂടെ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് അല്ലെങ്കിൽ പഠിക്കുന്ന രീതി ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനും വേണ്ടിയാണ് അവർ മാർക്ക് കുറക്കുന്നത്. കാരണം അവർ സെഷനിലോ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ വരുന്ന റിവിഷൻ ടെസ്റ്റിലൊക്കെ മാർക്ക് കുറക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ നമുക്ക് മാർക്ക് കുറവല്ലേ, ഇപ്പം നമുക്ക് പാസ്സാവാൻ പറ്റുമോ, ഇപ്പോൾ പോയാൽ നമ്മൾ യൂണിവേഴ്സിറ്റി പാസ്സാവില്ലല്ലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കുറച്ചും കൂടെ നല്ലപോലെ പഠിക്കും. അപ്പം അതുകൊണ്ടാണ് അവർ ഈ ബാക്കി എക്സാമിനൊന്നും വലിയ മാർക്ക് കൊടുക്കാത്തത്. അവർ ഇത്ര മാർക്ക് അതായത് ഇപ്പോൾ ഇത്ര പരിധിയിൽ കൂടുതൽ മാർക്ക് കൊടുത്തുകൂടാന്നും നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്ട്രക്ഷനിൽ കാര്യത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അതിനനുസരിച്ച് സ്കോർ ഇടത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം നമ്മളെ കപ്പാസിറ്റി എത്രയാണോ ആ കപ്പാസിറ്റിയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം പഠിച്ചിട്ട് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത്രയും ആൻസേഴ്സ് നമുക്ക് ചെയ്യാനും പറ്റും, സ്കോർ ചെയ്യാനും പറ്റും. പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് പറയുമ്പോൾ എഴുതുന്ന ശീലം. അതായത് ഇപ്പോൾ എഴുതുമ്പോൾ മാക്സിമം സ്പീഡിൽ വൃത്തിക്ക് വേണം എഴുതാൻ. പിന്നെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം വരാണ്ട് യൂണിവേഴ്സിറ്റി എക്സാം ഹോൾഡ് ചെയ്യാണ്ടിരിക്കാനുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇൻസ്ട്രക്ഷൻ വീഡിയോയിൽ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. കാരണം നമ്മൾ എക്സാമിന് കയറുന്നതിന് മുമ്പ് ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഇൻസ്ട്രക്ഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നാൽ നമ്മുടെ എക്സാം അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് യൂണിവേഴ്സിറ്റി ഹോൾഡ് ചെയ്ത് വെക്കും, അവർ പബ്ലിഷ് ചെയ്യില്ല. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ ഒരുപാട് ഓടേണ്ടി വരും. അപ്പോൾ അതും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും ഒന്ന് കണ്ടു. പിന്നെ ഇതെല്ലാം പഠിച്ച് മാക്സിമം നല്ല രീതിക്ക് എക്സാമിൻ്റെ അല്ലെങ്കിൽ സ്റ്റഡി ലീവ് തീരുന്നതിന് മുമ്പ് തന്നെ പഠിച്ചു വെച്ചിരിക്കണം. എക്സാമിന് പോകുന്നതിൻ്റെ തലേന്നും രാവിലെ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിരിക്കണം എല്ലാതും. അതായത് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നതും മാംസ് പറഞ്ഞേക്കുന്നതൊക്കെ എന്താണോ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിരിക്കണം. റിവൈസ് ചെയ്തതിന് ശേഷം എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ റിലാക്സ് ആയിട്ട് വേണം എക്സാം ഹാളിലോട്ട് കയറാൻ. ഒരിക്കലും പേടിച്ചിട്ട് കയറരുത്. കാരണം നമ്മൾ എത്രത്തോളം പേടിക്കുന്നോ അത്രത്തോളം നമ്മൾ പഠിച്ച കാര്യങ്ങളും നമ്മുടെ ബ്രെയിനിലുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ മറന്നു. പേടി എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമ്മൾ പഠിച്ച കാര്യങ്ങളും കണ്ടന്റൊക്കെ മറന്നു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റിലാക്സ് ആയിട്ട് സമാധാനത്തോടു കൂടി എക്സാം ഹാളിലോട്ട് കയറണം എന്ന് പറയുന്നത്. ഇപ്പോൾ കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ എക്സാം ഹാളിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും മിഠായി അല്ലെങ്കിൽ മധുരം ചോക്ലേറ്റ്സ് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിക്കാം. കാരണം മധുരമൊക്കെ നല്ലതാണെന്നാണ് നമ്മുടെ ടീച്ചേഴ്സ് നമ്മളോടത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇവിടെ പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ മാം പോയി. അപ്പോൾ ആ മാം ഉള്ള സമയത്ത് മാം പറഞ്ഞായിരുന്നു, നിങ്ങൾ എന്തെങ്കിലും സ്റ്റഡി ലീവിൻ്റെ സമയത്ത് കുറച്ച് മിഠായി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിഠായി, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അടുത്ത് വെച്ചിരിക്കണം. കാരണം എന്തിന്, നമുക്കിങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോൾ ജസ്റ്റ് ഒരു മിഠായി എടുത്ത് തിന്നാം. അപ്പം മധുരമില്ല, അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവും. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങനെയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ എക്സാമിന് പഠിക്കണം. അപ്പോൾ നമ്മൾ എക്സാം ആണെന്ന് വിചാരിച്ച് തീരെ ഒന്നും കഴിക്കാണ്ട് പട്ടിണി കിടന്ന് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ആരോഗ്യം നോക്കണം, അതിൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന കാര്യം നോക്കണം. കാരണം നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്, ഇത് സ്റ്റാർട്ടിങ്ങേ ആയിട്ടുള്ളൂ. ഇനി സെക്കൻഡ് ഇയറിലോട്ട് കഴിയുമ്പോൾ ഇതിനേക്കാളും ബുദ്ധിമുട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഓരോ സെമ്മിലും നമ്മൾ പഠിക്കുമ്പോൾ അതിനനുസരിച്ച് പഠിക്കുക. പിന്നെ എക്സാം ഹാളിലോട്ട് കയറുന്നതിന് മുമ്പ് മാക്സിമം റിലാക്സ് ആയിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടൊക്കെ വേണം നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങളുടെ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ബേസിൽ ഇപ്പോൾ എന്തായാലും നിങ്ങൾ എക്സാമിന് കയറുന്നതിന് മുമ്പ് അവർ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു 2-3 മിനിറ്റൊക്കെ ചിലപ്പോൾ തരും. ആ സമയത്ത് എന്ത് ചെയ്യണം, മാക്സിമം പ്രാർത്ഥിച്ചിട്ട് വേണം നല്ലപോലെ എക്സാം എഴുതി തുടങ്ങാം. പിന്നെ എഴുതുന്ന പേപ്പർ ക്ലീൻ ആയിരിക്കണം. പിന്നെ പുതിയ റൂൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പേജിൽ 1 വേർഡ്സ് എല്ലാം നമ്മൾ ഫസ്റ്റ് പേജിൽ അല്ലെങ്കിൽ ഒരേ പേജിലായിരിക്കും എഴുതിയിരിക്കേണ്ടത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻസ്ട്രക്ഷൻ വീഡിയോ കണ്ടു നോക്കുക. പിന്നെ എക്സാം സമയമാകുമ്പോൾ നിങ്ങളുടെ മാംസ് ചിലപ്പോൾ കോളേജിൽ നിന്ന് ഇതുപോലെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ തരും. അപ്പം എക്സാം എഴുതുന്നവരെല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ എക്സാം എഴുതുക. ഒരിക്കലും നമ്മുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നും വരാണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഇൻസ്ട്രക്ഷൻസൊക്കെ പാലിക്കുക, നല്ല രീതിക്ക് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.